നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബാഴ്സലോണയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുകയാണ്. ചാവി ഇന്നലെ ലാവങ്കാഡിയക്ക് അഭിമുഖം കൊടുത്തിട്ട് ശക്തമായ ഭാഷയിൽ ലാപ്പോർട്ടക്കും സംഘത്തിനുമെതിരെ രംഗത്ത് വന്നു. ഇപ്പോൾ ഇന്ന് എൽ പ്രൈം ഡിബേറ്റ് നടക്കുകയാണ്. വിക്ടർ ഫോണ്ടും ജോൻ ലാപ്പോർട്ടയും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളുണ്ട്, പ്രത്യാരോപണങ്ങളുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ജോൻ ലാപ്പോർട്ട ചാവി ഹെർണാണ്ടസിനെതിരെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഡിബേറ്റിൽ. അദ്ദേഹം പറയുന്നു, അതിനു മുമ്പ് വിക്ടർ ഫോണ്ട് പറഞ്ഞ കാര്യം ഒന്ന് പറയാം. വിക്ടർ ഫോണ്ട് പറഞ്ഞത് ലിയോ മെസ്സിയുടെ കാര്യത്തിൽ ചാവി പറഞ്ഞതാണ് ശരി, ചാവി പറഞ്ഞതാണ് മെസ്സിയും ചിന്തിക്കുന്നത്, ലാവങ്കാഡിയുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് ശരി. തീർച്ചയായിട്ടും മെസ്സിയും ഒരു നാൾ പുറത്തു വന്ന് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. അതാണ് മെസ്സിയും ഇതുപോലെ എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത് മെസ്സിയും എക്സ്പ്ലെയിൻ ചെയ്യും എന്ന് വിക്ടർ ഫോണ്ട് പറയുന്നു. അത് ലാപ്പോർട്ടയ്ക്ക് ഇട്ടൊരു അടിയാണ്. അപ്പോൾ ലാപ്പോർട്ടയുടെ മറുപടി, മെസ്സിയുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ഇപ്പോൾ ഇവിടെ ഉള്ളത് മെസ്സിയുടെ ഒരു സ്റ്റാച്യു ഇവിടെ നമുക്ക് ബിൽഡ് ചെയ്യണം, അദ്ദേഹത്തിനൊരു ട്രിബ്യൂട്ട് മാച്ച് കൊടുക്കണം, അത്രയേ ഉള്ളൂ. ദി സ്പോർട്സ് പ്രോജക്റ്റ് വിൽ ബി വിത്ത് ഫ്ലിക്ക് ഓൺ ദി ബെഞ്ച് ആൻഡ് ഡെക്കോ ഇൻ ദി ഓഫീസസ്. അതാണ് ഇവിടുത്തെ കളിയുടെ കാര്യം. അല്ലാതെ മെസ്സിക്ക് ഇനി ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. മെസ്സിക്ക് നമ്മളൊരു പ്രതിഭ ഉണ്ടാക്കും, മെസ്സിക്ക് വേണ്ടി ഒരു ട്രിബ്യൂട്ട് മാച്ച് നടത്തും. അതാണ് ഇനി മെസ്സി ടോപ്പിക്കിൽ ഇവിടെ ആകെ ബാക്കിയുള്ളൂ. ഇപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ചാവി പറഞ്ഞല്ലോ എന്തുകൊണ്ട് അയാളെ സാക്ക് ചെയ്തു. അത് അയാളുടെ വാക്കുകളിൽ തന്നെ ഉണ്ട്. അയാൾക്ക് അയാളുടെ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയില്ല, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല. അയാൾ പറഞ്ഞു ബാഴ്സലോണയ്ക്ക് റയൽ മാഡ്രിഡുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. ഇപ്പം എന്താ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും ലയണൽ മെസ്സിയുടെ കാര്യത്തിൽ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ആദ്യം ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് 2021 ഫൈനാൻഷ്യൽ റീസൺ കാരണം, ഇക്കണോമിക് റീസൺ കാരണം നമുക്ക് കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാൻ പറ്റിയില്ല. 2023 സംഭവം എന്ന് പറഞ്ഞാൽ മെസ്സിക്ക് ഇങ്ങോട്ടേക്ക് തിരികെ വരാൻ താല്പര്യമുണ്ട് എന്ന് കേട്ടു. ഞാൻ കോൺട്രാക്റ്റ് ഓർഗെ മെസ്സിക്ക് അയച്ചു കൊടുത്തു. ഓർഗെ മെസ്സി ഇവിടെ എൻ്റെ വീട്ടിൽ വന്നു, എന്നിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ മെസ്സിക്ക് ഭയങ്കര പ്രഷറായിരിക്കും എന്ന് പറഞ്ഞു, അവർ വരുന്നില്ല എന്ന് പറഞ്ഞു. ഇത്രേ ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ. അതായത് മെസ്സി ബാഴ്സയിൽ കളിച്ച പ്രഷർ കൂടുന്നു പേടിച്ചിട്ട് ബാഴ്സയിലേക്ക് വരാതെ മയാമിയിലേക്ക് പോയതാണെന്നാണ് ഇപ്പോൾ ജോൻ ലാപ്പോർട്ട പറയുന്നത്. എന്നാലും വിക്ടർ ഫോണ്ട് അതിനൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ബാഴ്സലോണ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രസിഡൻറ്റിൻ്റെ അല്ല, അത് 1,50,000 സോഷ്യോസിൻ്റെതാണ്. മെസ്സി കരഞ്ഞാൽ നമ്മളെല്ലാവരും കരയും. തീർച്ചയായിട്ടും മെസ്സിയുമായിട്ടുള്ള ബന്ധമൊക്കെ ബ്രേക്ക് ചെയ്ത് ഫ്ലോറന്റീനോയുടെ കൈപിടിച്ച് മുന്നോട്ട് പോയി ചിലർ. അത് എല്ലാ കൂളേഴ്സിനും പ്രശ്നമായിട്ടുണ്ട്. അവരൊക്കെ ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട് എന്നുകൂടി വിക്ടർ ഫോണ്ടും തിരിച്ചടിച്ചിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.